ഇല്ല, അവരിപ്പോൾ നാളെ രാവിലെ തുടങ്ങുമെന്നാണ് പറയുന്നത്. അല്ല, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവർ പറയുന്നുണ്ട് ഇന്നൊരു ക്രെയിനും പടി വരുന്നുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് അതിൻ്റെ വ്യക്തമായൊരു ഇത് പറയുമെന്ന് വിചാരിക്കുന്നു. ക്യാബിൻ്റെ അകത്തൊക്കെ കണ്ടിരുന്നു, എന്താ നേരത്തെ ഡ്രഡ്ജറിൽ പോയിരുന്നല്ലോ. അതെ അതെ, ക്യാബിൻ ഒട്ടാകെ ചതിങ്ങിയിട്ട് ഇത് പ്രസ്സായി പോയിട്ടുണ്ട്. മുന്നത്തെ ഡ്രൈവിംഗ് സീറ്റും കോ ഡ്രൈവർ സീറ്റും ബാക്കിലെ ബർത്തോട് പ്രസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ബോഡി പാർട്സിൽ എന്തെങ്കിലും ആ വാഹനത്തിൽ ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ എടുത്തതിൽ മുഴുവൻ പാർട്സ് ഉണ്ടോ? എന്താ ഇല്ല, മുഴുവൻ പാർട്സ് വ്യക്തമായ ഫുള്ളായിട്ടുള്ള പാർട്സ് വന്നില്ല. എന്നാലും മേജർ പാർട്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് പാർട്സ് ഉണ്ടോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അത് പൊളിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊന്ന് മേലെ കയറ്റി കഴിഞ്ഞാൽ ക്യാബിനൊന്ന് പൊളിച്ചു നോക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ നാളെ തുടങ്ങുള്ളൂ അല്ലേ? അതെ അതെ, ഇനിയിപ്പോൾ രാവിലെ ആണ് എന്നുള്ളതാണ് പറയുന്നത്. എന്താ അറിയില്ല, വ്യക്തമായ അത് അറിയില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഒരു JCB ഒരു ക്രെയിൻ വരുത്തിക്കുക എന്നുള്ള ഒരു ഇതും കൂടി പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ പറഞ്ഞിരുന്നു, അതായത് വീല് ജാം ആയതുകൊണ്ടാണ് ഇതാക്കുന്നത്. വീലൊന്ന് ലൂസാക്കി കൊടുക്കാനുള്ള ഒരു മെക്കാനിക്കിനെ വാഹനത്തിൻ്റെ നമ്മുടെ വണ്ടിയുടെ. അപ്പോൾ വീല് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കുറച്ചും കൂടി പെട്ടെന്ന് വരും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതെ 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 അതെ. അപ്പോൾ അതിൻ്റെ കൂടെ വീല് ടൈറ്റും പടി ആയിട്ടുണ്ടെങ്കിൽ ഇവർ വലിച്ചാൽ വരില്ലല്ലോ, സ്മൂത്ത് വേണം. ശിരൂരിൽ നിന്ന് KB ശ്രീധരനും സാരംഗും അതോടൊപ്പം തന്നെ കണ്ണാടിക്കലിൽ നിന്നും അർജുന്റെ നാട്ടിൽ നിന്നും വീണ്ടെടുത്തു നിന്നും നയൻതാരയും കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം KB ശ്രീധരനിലേക്ക് പോവുകയാണ്. ശ്രീധരൻ, എന്തെങ്കിലും ഒരു വിവരം ശിരൂരിൽ നിന്ന് ലഭിക്കണമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ 72-ാം ദിവസം ആ വിവരങ്ങൾ എത്തുമ്പോൾ ആ വേദന വീണ്ടും കൂടുകയാണ്. ഇപ്പോൾ നടപടികളെല്ലാം അവിടെ പോകുന്നുണ്ട്. ഈ ലോറി കരയ്ക്ക് അടുപ്പിച്ചിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ ശരീരഭാഗങ്ങൾ അവിടെ നിന്ന് ലഭിച്ചു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ ഞെട്ടലും വേദനയും എല്ലാം ഉണ്ടാവുകയാണല്ലേ? എങ്ങനെ പോകുന്നു? ബന്ധുക്കൾ എന്തെല്ലാം കാര്യം അറിയിക്കുന്നുണ്ട് DNA പരിശോധനയുമായി ബന്ധപ്പെട്ട്? പൂജ, 72 ദിവസം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഗംഗാവലിപ്പുഴ ഒരു ഉത്തരം നൽകിയിരിക്കുകയാണ്. അർജുൻ എവിടെ എന്നുള്ള ചോദ്യത്തിന് കഴിഞ്ഞ ഈ 3 മാസം, ഏതാണ്ട് 2.5 മാസത്തോളമായി എല്ലാവരും കേരളം ഒന്നാകെ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് അർജുൻ എവിടെ എന്നുള്ളത്. അതിനൊരു ഉത്തരം ഇന്ന് വൈകിട്ട് 3 മണിയോട് കൂടി ആയിരിക്കുകയാണ്. ഏതായാലും 3 മണിയോട് കൂടിയാണ് ഈ ട്രക്കിൻ്റെ ക്യാബിൻ ഉയർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. രാവിലെ 10 മണിയോട് കൂടി തന്നെ ഇത് ലൊക്കേറ്റ് ചെയ്തിരുന്നു. 3 മണിയോടെ ഇത് ഉയർത്തി. 4 മണിയോടെ ക്യാബിനുള്ളിൽ നിന്ന് അർജുന്റെ ശരീരഭാഗങ്ങൾ ലഭിക്കുകയാണ് ചെയ്തത്. ആ ശരീരഭാഗങ്ങൾ ഇപ്പോൾ കാർവാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. DNA പരിശോധന ഉൾപ്പെടെയുള്ളവ അതിന്റെ മുറയ്ക്ക് നടക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനം ഇനി ഈ ട്രക്ക് കരയിലേക്ക് കയറ്റുക എന്നുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടി പല ശ്രമങ്ങൾ, ഏതാണ്ട് മണിക്കൂറുകളോളം അതിനു വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു. 2 ക്രെയിനുകൾ പുറത്തു നിന്നൊക്കെ എത്തിച്ച് ആ ശ്രമങ്ങൾ നടത്തി. പക്ഷേ പലപ്പോഴും വടം പൊട്ടി ആ ട്രക്ക് വീണ്ടും താഴേക്ക് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ മോശം കാലാവസ്ഥയും ഈ പ്രവർത്തികൾ ഇന്ന് നിർത്തിവെക്കുന്നതിന് കാരണമായി. പ്രത്യേകിച്ച് വെളിച്ചമില്ലാത്ത ഒരു സ്ഥിതിയൊക്കെ വന്നു. അതോടുകൂടി തന്നെ ഇന്നത്തെ ഈ ട്രക്ക് മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ ഇന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. നാളെ രാവിലെ 8 മണിയോടുകൂടി ഈ ശ്രമങ്ങൾ വീണ്ടും ആരംഭിക്കും. കൂടുതൽ ക്രെയിനുകൾ എത്തിച്ച് കൂടുതൽ ശക്തിയുള്ള വടങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ ട്രക്കിന്റെ ക്യാബിൻ മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അല്പസമയം മുൻപ് കേട്ടത് മനാഫിന്റെ സഹോദരൻ മുബീന്റെ പ്രതികരണമാണ്. മുബീൻ പറയുന്നതനുസരിച്ച് ഇത് വെള്ളത്തിനടിയിൽ കിടന്ന് അല്ലെങ്കിൽ മണ്ണിൽപ്പെട്ട് ഈ ടയറുകളൊന്ന് ജാമായിട്ടുണ്ടാവും, അതൊന്ന് ലൂസാക്കി കൊടുത്താൽ അത് കയറി വരാൻ എളുപ്പമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഏതായാലും ആ നടപടികളൊക്കെ നാളെ രാവിലെ 8 മണിക്ക് മാത്രമേ ആരംഭിക്കൂ. ഉച്ചയോടുകൂടി ട്രക്ക് മുകളിലേക്ക് എത്തിക്കാനാകും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അവർ പങ്കുവയ്ക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ലഭിച്ചത്, ഈ ട്രക്കിന്റെ ക്യാബിനുള്ളിൽ ലഭിച്ചത് പൂർണ്ണമായിട്ടുള്ള ശരീരഭാഗങ്ങളില്ല, അതിൽ തലയുടെ ഭാഗമില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഈ ട്രക്ക് ഉടമ തന്നെയാണ് അക്കാര്യങ്ങൾ പറയുന്നത്. ഏതായാലും പല ഭാഗങ്ങളും ഈ ഒടിഞ്ഞ് നുറുങ്ങിയിരിക്കുന്ന രീതിയിലായിരുന്നു ഈ ട്രക്കിന്റെ ക്യാബിനുള്ളത്. അതിൽ പെട്ട് കിടക്കുകയായിരുന്നു ഈ അർജുൻ. അതിനിടയിൽ മണ്ണ് കാര്യമായി തന്നെ പുതഞ്ഞ നിലയിലാണ്. ഏതായാലും ഈ ഭാഗങ്ങളെല്ലാം തന്നെ ആ മണ്ണോട് കൂടി തന്നെയാണ് ഇപ്പോൾ ഇവിടേക്ക് കാർവാറിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നാളെ മംഗലാപുരത്തേക്ക് അത് കൊണ്ടുപോകും. DNA പരിശോധനയ്ക്ക് നടത്തും. കളക്ടർ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. കുടുംബം ഈ DNA പരിശോധന ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യം കുടുംബം പറഞ്ഞിരുന്നു. പക്ഷേ മറ്റ് 2 പേർ കൂടി, ജഗന്നാഥ്, ലോകേഷ് എന്നീ പ്രദേശവാസികൾ കൂടി, അവരെ കൂടി കാണാതായിട്ടുണ്ട് ഈ ദുരന്തത്തിൽ. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ അവകാശവാദങ്ങളുമായി അവർ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം ഒഴിവാക്കുകയാണ് ഈ നടപടിക്രമങ്ങളെല്ലാം
പാലിക്കണം എന്നുള്ള ഒരു നിഷ്കർഷയിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയത്. അങ്ങനെ വരുമ്പോൾ DNA പരിശോധനാ ഫലം വേണമെന്ന് ബന്ധുക്കളും പറഞ്ഞിരിക്കുന്നു. എന്തായാലും DNA പരിശോധന അതുണ്ടാകും. എത്ര ദിവസത്തിനകം തന്നെ ഫലം കിട്ടും ശ്രീധരൻ? അതോടൊപ്പം ഈ മൃതദേഹം ഭാഗങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ടല്ലോ, അതും വേഗത്തിൽ നീക്കേണ്ടതുണ്ടല്ലോ. ആ ചർച്ചകൾ എങ്ങനെയാണ് പോകുന്നത്? പൂജ, ഈ DNA സാമ്പിളുകൾ ലാബിലെത്തിയാൽ 2 ദിവസത്തിനകം റിസൾട്ട് നൽകാനാകും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞ മറുപടി. അതായത് നേരത്തെ തന്നെ അർജുന്റെ ബന്ധുക്കളുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഈ സാമ്പിളുകൾ കൂടി എത്തിയാൽ അത് ക്രോസ് മാച്ച് ചെയ്ത് അർജുൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചാൽ ഉടൻ തന്നെ അത് കൈമാറാനാകും. അതുവരെ ഇവ കാർവാർ ആശുപത്രിയിലായിരിക്കും ഈ മൃതദേഹ ഭാഗങ്ങൾ, ശരീരഭാഗങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഇതിനോടകം തന്നെ ഈ ആശുപത്രിയിലേക്ക് ഈ ശരീരഭാഗങ്ങൾ എത്തിച്ചിട്ടുണ്ട്. നാളെ ഒരുപക്ഷെ ഈ ക്യാബിൻ മുകളിൽ എത്തിച്ച് അത് വെട്ടിപ്പൊളിച്ചാൽ കൂടുതൽ ഭാഗങ്ങൾ അതിനകത്ത് ഉണ്ടോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൂടി ഈ ആശുപത്രിയിലേക്ക് എത്തിക്കും. അങ്ങനെ വന്നാൽ ശനിയാഴ്ചയോടുകൂടി റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതൊരു പക്ഷേ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആയാലും അത്ഭുതപ്പെടാനില്ല. പ്രത്യേകിച്ച് നാളെ ഉച്ചയോടുകൂടി മാത്രമേ അത് മംഗലാപുരത്തേക്ക് എത്തിക്കാനാകൂ. തുടർന്ന് പരിശോധന ഫലം കിട്ടാൻ, സാമ്പിളുകൾ എത്തിയാൽ പരിശോധനാ ഫലം കിട്ടാൻ 2 ദിവസം വേണമെന്നാണ് അറിയിക്കുന്നത്. ഏതായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശനിയാഴ്ചയോടുകൂടി ആ റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അതിന് ശേഷം ആയിരിക്കും ഈ ശരീരഭാഗങ്ങൾ തീർച്ചയായും ശ്രീധരൻ